നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 ഗൾഫ് രാജ്യങ്ങളെയും നമ്മുടെ പ്രവാസി സഹോദരങ്ങളെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കോവിഡിൽ നിരവധി പ്രവാസികൾക്കാണ് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നത്. സ്വന്തം നാട്ടിലെത്താൻ കഴിയാതെ കഷ്ടപ്പാടിൽ വേദനിക്കുന്ന നിരവധി പ്രവാസികൾ ഇപ്പോഴും പ്രവാസ ലോകത്തുണ്ട്. ലോക രാജ്യങ്ങളുടെ മുഴുവൻ സാമ്പത്തിക അവസ്ഥയും കോവിഡിൽ തകർന്ന് തരിപ്പണമായി. ഈ സാഹചര്യത്തിലാണ് നിർണായക നീക്കവുമായി കുവൈറ്റ് രംഗത്ത് വരുന്നത്. കോവിഡ് പ്രതിരോധ വാക്സിൻ ഇറക്കുമതി ചെയ്യാൻ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം മുന്നൊരുക്കം തുടങ്ങി. രാജ്യത്തെ മൊത്തം ജനങ്ങൾക്കുമായി 32 ലക്ഷം ഡോസ് വാക്സിൻ ഇറക്കുമതി ചെയ്യാനാണ് പദ്ധതി. ഇതിനു മുന്നോടിയായി വാക്സിൻ പരീക്ഷണ രംഗത്തുള്ള 3 അന്താരാഷ്ട്ര കമ്പനികൾക്ക് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകി. കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ വിജയിച്ചുവെന്ന് അവകാശപ്പെട്ട് നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം അവകാശവാദങ്ങളെ വിശദമായി വിലയിരുത്തിയ ശേഷമാണ് 3 കമ്പനികൾക്ക് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകിയത്. അതേസമയം വാക്സിൻ വിതരണത്തിന് ഇവരുമായി കരാറിൽ എത്തിയിട്ടില്ല. ലോകാരോഗ്യ സംഘടനയുടെയും ബന്ധപ്പെട്ട സംഘടനകളുടെയും അംഗീകാരം ലഭിക്കുന്ന ഉടൻ രാജ്യത്തെ വാക്സിൻ വിതരണ നടപടികൾ ആരംഭിക്കാനാണ് ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇതിനായി 32 ലക്ഷം ഡോസ് വാക്സിൻ ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഒരാൾക്ക് 2 ഡോസ് എന്ന തോതിൽ 16 ലക്ഷം പേർക്ക് വാക്സിൻ നൽകുമെന്ന് മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ അൻബ ദിനപത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കോവിഡ്-19 പരിശോധനയ്ക്കായി മൂക്കിലെ സ്രവത്തിന് പകരം ഉമിനീരും ഫലപ്രദമാണ് എന്ന് UAE ഗവേഷകർ പറഞ്ഞിരുന്നു. ദുബായ് ആസ്ഥാനമായുള്ള മുഹമ്മദ് ബിൻ റാഷിദ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഹെൽത്ത് സയൻസിലെ ഗവേഷകരുടേതാണ് കണ്ടുപിടുത്തം. അറബ് മേഖലയിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പഠനം. ദുബായ് ഹെൽത്ത് അതോറിറ്റി, യൂണിലാബ്, അബുദാബി ക്ലീവ്ലാൻഡ് ക്ലിനിക്, അബുദാബി, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, നാഷണൽ റഫറൻസ് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് MBRU പഠനം നടത്തിയത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.